ഹലോ ഫ്രണ്ട്സ്, വിഷു ഒക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ത്രിമധുരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ത്രിമധുരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പഴം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കദളിപ്പഴമോ അല്ലെങ്കിൽ രസകദളിയോ ഒക്കെ ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ആദ്യമായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കൽക്കണ്ടമാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഹണിയാണ്, തേനാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തേനിന് പകരം നമുക്ക് ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 3 മധുരങ്ങൾ ചേരുന്നതാണ് ശരിക്കും ത്രിമധുരം എന്ന് പറയുന്നത്. അപ്പോൾ പഴം, കൽക്കണ്ടം, അതുപോലെ തേൻ അല്ലെങ്കിൽ ശർക്കര. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ത്രിമധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മുടെ കറുത്ത മുന്തിരിയും കൂടെ ഇടാറുണ്ട്. അപ്പോൾ അത് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 5-6 ഉണക്കമുന്തിരി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വിഷു ദിവസത്തിൽ എല്ലാവരും ട്രൈ ചെയ്ത് ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.